നമ്മൾ വെച്ച് 3 ഫ്ലവറും ഫ്രണ്ടിൽ നിന്ന് കാണാം, എന്നാൽ ബാക്കിൽ നിന്ന് അത്ര അധികം കാണില്ല. ബാക്കിൽ നിന്നും കൂടെ കണ്ട അത്തപ്പൂ പോലെ ഇരിക്കില്ലേ. ഈ മാലയിലെ കൊത്തുപണി കണ്ടോ? കണ്ടോ, 2 ആന താമരയിലിരിക്കുന്ന ഇത് മഹാലക്ഷ്മിയാണ്. കയ്യിൽ നിന്ന് കണ്ടോ കോയിൻസ് ഒക്കെ വീഴുന്നത്. ഇത് ശിവാനിയുടെ റിസപ്ഷൻ ലുക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മോള് കാട്ടാക്കടയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ എളുപ്പത്തിൽ വിടണം. ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്. നാളെ മോളുടെ വെഡിങ് ഡേ ആണ്. അത് എല്ലാ പിള്ളേർക്കും ഇപ്പൊ അങ്ങനെയാണ്. വളരെ ലൈറ്റായിട്ട് ഇത്രയും ലൈറ്റ് ആക്കാൻ പറ്റുമോ അത്രയും അവർ ഹാപ്പിയാണ്. നല്ല ഹെയർ സ്റ്റൈൽ ആയിരിക്കണം. ഞാനൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്തു തരുമെന്ന് എനിക്ക് വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ നിന്ന് മാത്രം കുറച്ച് ഹെയർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ ഒരു ആക്സസറി വെച്ചിട്ട് അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. ഫ്രണ്ട് വന്നിട്ട് സെന്റർ പാർട്ടീഷൻ എടുത്ത് ഇവിടെ എല്ലാം ഫുൾ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് ബാക്ക് മാത്രം ഒരു ആക്സസറി വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലത്താണ് മോളിൽ കാണിച്ചത്. കമ്മലിട്ടപ്പോൾ ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കമ്മൽ ഉപേക്ഷിച്ചു. നല്ല ഹെവി ആയിട്ടുള്ളതല്ലേ നെക്ലസ് വരുന്നത്. അപ്പോൾ ഇത് മാത്രം മതി. അതല്ലേ നല്ലത്. മോള് വിചാരിച്ച പോലെ ഹെയർ ഒക്കെ വന്നായിരുന്നു. അതേപോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. ഒരുപാട് ബാക്കും ചെയ്യുക ഒന്നും ചെയ്തില്ല. മോളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ തന്നെ ഒന്ന് ക്രിമ്പ് ചെയ്തിട്ട് കിട്ടുന്നേ ഉള്ളൂ. എക്സ്റ്റൻഷൻ ഒന്നും വയ്ക്കാതെയാണ് ഹെയർ ചെയ്തത്. പിന്നെ ബാക്കിൽ ചെറിയ ഒരു ആക്സസറിയും വെച്ചു. ശിവാനിയുടെ ഓൾറെഡി ഒരു ലുക്ക് കണ്ടു. പിന്നെ നമ്മൾ വെഡിങ് ലുക്ക്. ശിവാനി, എനിത്തിങ് ഇൻ പർട്ടിക്കുലർ മേക്കപ്പിലായാലും ഹെയറിലായാലും എനിത്തിങ് ഇൻ പർട്ടിക്കുലർ പറയാനുണ്ടോ? എനിക്ക് ഹെയർ സ്റ്റൈൽ കുറച്ച് സ്ലീക്ക് ആയിട്ട് വേണം. അതായത് മോഡൽസിനൊക്കെ ചെയ്യുന്ന പോലെ അല്ലേ, ജ്വല്ലറി മോഡലും അങ്ങനെയൊക്കെ. പിന്നെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണ് വേണ്ടത്. ഇന്നലത്തെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ലാസ്റ്റ് ചെയ്തു. ഓക്കെ, എത്ര മണി വരെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു? ഒരു 9 o'clock ഉണ്ടായിരുന്നു. ഏകദേശം 3 മണിയായപ്പോ നമ്മൾ ഇട്ടിട്ട് പോയതാ അല്ലേ? ഇതിന് ട്രഡീഷണൽ ലുക്ക്, കുറച്ചൊരു വ്യത്യാസമുള്ള പാറ്റേൺ. പിന്നൊന്ന് ഇത് കുറച്ച് കോമൺ ആണ്. എനിക്കൊന്നും അതിനെക്കാട്ടി ഇതല്ലേ നല്ലതായിട്ട് വരുന്നത് അല്ലേ? ഫ്രണ്ടിലുള്ള ആ വിട്ടേക്കുന്ന മുടി കേൾ ചെയ്യണോ? നമ്മൾ വെച്ച് 3 ഫ്ലവറും ഫ്രണ്ടിൽ നിന്ന് കാണാം, എന്നാൽ ബാക്കിൽ നിന്ന് അത്ര അധികം കാണില്ല. ബാക്കിൽ നിന്നും കൂടെ കണ്ട അത്തപ്പൂ പോലെ ഇരിക്കില്ലേ. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വെച്ച തുളസിയും മുല്ലയും റോസും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല രസമുള്ള സുന്ദരി ബ്രൈഡായിട്ടോ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ആസ്വദിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഓരോ സ്റ്റെപ്പും കേട്ടോ. ഞാൻ ഇങ്ങനെ പൊതുവെ എനിക്കിങ്ങനെ സ്ലീക്ക് ലുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. ഇത് വന്നിട്ട് ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഇല്ലേ, ചുമ്മാ ഇങ്ങനെ അറ്റം മാത്രം കേളിയാതെ ഇങ്ങനെ വിട്ടപ്പോൾ 2 വാള് വിട്ടതുപോലെ ഇങ്ങനെ കുറ്റി പോലെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം നമ്മൾ അതിനെ കുറച്ചൊന്ന് ചുരുട്ടിയപ്പോൾ അതിന് ഒരു ഇച്ചിരി ഭംഗി വന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ടീം തന്മ ബ്യൂട്ടി ലോഞ്ച് ആൻഡ് ഗുഡ് ഡേ ടു ഓൾ ആർ വ്യൂവേഴ്സ്. ബ്രൈഡിൻ്റെ ഫുൾ ലുക്ക് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് കണ്ടിട്ട് മാത്രമേ പോകാവുള്ളൂ.